ഹലോ, ഞാൻ മനീഷ. വായനാശീലം നമ്മൾ ചെറുപ്പം മുതലേ വളർത്തെടുക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ചില ബുക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ചെറുപ്പം മുതലേ വായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള നല്ല കുറച്ച് പുസ്തകങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. നല്ല ചെറുപ്പത്തിൽ തന്നെ കൂട്ടി വായിക്കാനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ വാരികകൾ വായിച്ചു തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് മലയാളത്തിൽ കളിക്കുടുക്ക, തത്തമ്മ, കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ബാലരമ, ബാലഭൂമി, മയിൽപ്പീലി ഇത്തരത്തിലുള്ള ബുക്സൊക്കെ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെ മാജിക് പോട്ട് പോലത്തെ മാഗസിൻസ്, ദ ചിൽഡ്രൻസ് മാഗസിൻ, ടിങ്കിൾ, അങ്ങനെ ഒരുപാട് മാഗസിനുകളുണ്ട്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചെറുപ്പത്തിൽ വായിക്കുന്നത് പുസ്തകങ്ങളോടും കഥകളോടൊക്കെയുള്ള നമ്മളുടെ ഒരു കൗതുകവും ഒരു ഇഷ്ടവും ഒക്കെ നമ്മളുടെ കൂടെ വളരാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മൾ വലുതാകുമ്പോഴും ആ ഒരു വായനാശീലം നമുക്ക് നിലനിർത്താൻ സാധിക്കും. പിന്നെ അതുപോലെ ചിത്രകഥാപുസ്തകങ്ങൾ, ഇങ്ങനെ ഇല്ലസ്ട്രേഷൻസും ചിത്രങ്ങളൊക്കെ ചിത്രകഥാപുസ്തകങ്ങളും ഒക്കെ വായിച്ച് ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമതായിട്ട് ചെറുകഥാപുസ്തകങ്ങൾ, നാടോടി കഥകൾ, ഫെയറി ടെയിൽസ് ഇവയൊക്കെ വായിക്കാം. നാടോടി കഥകൾ എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് കൈമാറി വരുന്ന പല ദേശത്തെയും കഥകളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നാടോടി കഥകളുടെ ബുക്കാണ് സോവിയറ്റ് നാട്ടിലെ ബാലകഥകളും നാടോടി കഥകളും. ഇത് വളരെ നല്ലൊരു ബുക്കാണ്. ഒരുപാട് ചെറിയ കഥകളൊക്കെ ഉണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഈ ബുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്തരം നാടോടി കഥകൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വായിച്ച് ശീലിക്കുന്നതിന് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ പല പല നാടുകളെക്കുറിച്ചും അവിടുത്തെ കൾച്ചേഴ്സിനെ കുറിച്ചൊക്കെയുള്ള ചെറിയ ചെറിയ അറിവുകൾ നമുക്കുള്ളിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവുകയാണ് എന്നതുകൂടിയാണ്. അതൊരു വളരെ നല്ലൊരു കാര്യമല്ലേ? അതുപോലെ തന്നെയുള്ള മറ്റൊരു ജോണറാണ് ഫെയറി ടെയിൽസ്. മനുഷ്യ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ യൂണിക്കോൺസ്, ഫെയറീസ്, ഡ്രാഗൺസ്, ഗോബ്ലിൻസ് ഇവരൊക്കെ വരുന്ന വളരെ രസകരമായിട്ടുള്ള മാജിക്കൽ കഥകളാണ് ഫെയറി ടെയിൽസ്. കൂടുതലായിട്ടും ഇത്തരം കഥകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഫെയറി ടെയിൽ ബുക്കുകളൊക്കെ. ഉദാഹരണത്തിന് സിൻഡ്രല്ല കഥകൾ, സ്ലീപ്പിംഗ് ബ്യൂട്ടി മുതലായിട്ടുള്ള പ്രിൻസസ് സ്റ്റോറീസ്, പിന്നെ ജാക്ക് ആൻഡ് ദ ബീൻ സ്റ്റോക്ക്, ഹാൻസിൽ ആൻഡ് ഗ്രേറ്റൽ, ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് മുതലായിട്ടുള്ള മറ്റ് കഥകൾ ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ കൂട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കാം. പിന്നെ ഉള്ളൊരു കഥാരീതിയാണ് ഫേബിൾസ്. ഫേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന കഥകളാണ്. നീലക്കുറുക്കൻ്റെയൊക്കെ കഥയൊക്കെയല്ലേ? ഇതും കൂട്ടുകാർക്ക് ചെറുപ്പത്തിൽ തന്നെ വായിക്കാൻ പറ്റിയ വളരെ നല്ല പുസ്തകങ്ങളാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചില ചെറുകഥാ പുസ്തകങ്ങളാണ് ഇവയൊക്കെ. ഇതൊക്കെ സുമംഗലയുടെ മിഠായി പൊതി, ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ, റീഡ് അലൗഡ് സ്റ്റോറീസ് ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ചില ബുക്കുകളാണ്. ഇനി ഞാൻ ചില ചിൽഡ്രൻസ് ക്ലാസിക്കുകളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ചിൽഡ്രൻസ് ക്ലാസിക് മേഖലയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ പ്രശസ്തമായ ചിലതിനെ പറ്റി മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. ആദ്യത്തെ പുസ്തകം ആലിസ് ഇൻ വണ്ടർലാൻഡ്. ലൂയി കരോൾ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ 1865 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഇത് എക്കാലത്തും ചിൽഡ്രൻസ് ക്ലാസിക് മേഖലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ്. ആലിസ് എന്ന പെൺകുട്ടി ഒരു റാബിറ്റ് ഹോളിൽ വീഴുകയും അതുവഴി അവൾ ഒരു ഫാൻറ്റസി മാജിക്കൽ ലോകത്തെത്തുകയും അവിടെ ഉണ്ടാകുന്ന ചില സാഹസ കഥകളും രസകരമായിട്ടുള്ള കഥകളൊക്കെ അടങ്ങിയ അതിമനോഹരമായിട്ടുള്ള ഒരു ബുക്കാണ് ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഇതേ കഥാരീതിയിൽ വരുന്ന അമേരിക്കൻ എഴുത്തുകാരനായ ഫ്രാങ്ക് ബോമിൻ്റെ മറ്റൊരു പുസ്തകമാണ് ദ വണ്ടർഫുൾ വിസാർഡ് ഓഫ് ഓസ് അഥവാ വിസാർഡ് ഓഫ് ഓസ്. 1900 അമേരിക്കയിലാണ് ഈ പുസ്തകം ആദ്യമേ പ്രസിദ്ധീകരിച്ചത്. ഡോറോത്തി എന്ന പെൺകുട്ടിയുടെയും അവളുടെ ടോട്ടോ എന്ന പട്ടിക്കുട്ടിയുടെയും ലാൻഡ് ഓഫ് ഓസ് എന്നൊരു ദേശത്ത് പോയിട്ടുള്ള അവിടെയുള്ള സാഹസ കഥകളും മറ്റുമാണ് ഈ പുസ്തകം പറയുന്നത്. അതുപോലെ തന്നെയാണ് നെവർലാൻഡ് എന്ന അതിമനോഹരമായ നാടിൻ്റെ കഥ പറയുന്ന അവിടെയുള്ള പ്രായം കൂടാത്ത പറക്കാൻ കഴിയുന്ന പയ്യനായ പീറ്റർ പാനിൻ്റെ കഥ പറയുന്ന 1904 ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച J.M. ബാരിയുടെ പീറ്റർ പാൻ എന്ന ഈ നോവൽ. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ മേഖലയിൽ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ബ്രിട്ടീഷ് ഓഥറായിട്ടുള്ള റോവാൾഡ് ദാൽ. റോവാൾഡ് ദാലിൻ്റെ ഏതൊരു ബുക്സും ഈ ജോണറിൽ വളരെ മികച്ച ബുക്ക് തന്നെയാണ്. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് മെറ്റിൽഡ എന്ന റോവാൾഡ് ദാലിൻ്റെ ഒരു ബുക്കാണ്. ഒരു 5-5.5 വയസ്സുള്ള വായനയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മെറ്റിൽഡ വേംവുഡ് എന്നൊരു ചെറിയ പെൺകുട്ടിയുടെ കഥ പറയുന്ന ബുക്കാണ് മെറ്റിൽഡ. എനിക്ക് തോന്നുന്നു ഈ ബുക്ക് ചെറിയ കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കാനും പുസ്തകങ്ങളോടൊക്കെയുള്ള ഇഷ്ടം കൂട്ടാനും വളരെയധികം സഹായിക്കുന്ന ബുക്കാണ്. റോവാൾഡ് ദാലിനെ പോലെ തന്നെ ചിൽഡ്രൻസ് ബുക്ക് മേഖലയിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള നല്ല നല്ല ബുക്കുകൾ എഴുതിയിട്ടുള്ള മറ്റൊരു ഓഥറാണ് റസ്കിൻ ബോണ്ടും. റസ്കിൻ ബോണ്ടിൻ്റെ ഈ ഒരു ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്, ദ ടസ്കർ ടെയിൽസ്. റസ്കിൻ ബോണ്ടിൻ്റെ ബുക്സും അതുപോലെ വളരെയധികം വായിച്ചാസ്വദിക്കാവുന്ന ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ബുക്സാണ്. ചിൽഡ്രൻസ് ക്ലാസിക് മേഖലയിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നോവലാണ് ഫ്രഞ്ച് ഓഥറായിട്ടുള്ള ആന്റൺ ദ സെയിന്റ് എക്സ്യൂപ്പറിയുടെ ദ ലിറ്റിൽ പ്രിൻസ്. 1943 ഫ്രഞ്ച് ഭാഷയിലാണ് ഈ ബുക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പല ഭാഷകളിൽ നമുക്ക് ഈ ബുക്ക് വായിക്കാനാവും.
വേറൊരു പ്ലാനറ്റിൽ നിന്ന് വരുന്ന മറ്റ് പല പല പ്ലാനറ്റുകൾ സഞ്ചരിച്ച ചെറിയൊരു രാജകുമാരൻ്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് ലിറ്റിൽ പ്രിൻസ്. ഇത് ചെറിയ കുട്ടികളെ പോലെ തന്നെ വലിയ ആൾക്കാർക്കും നന്നായിട്ട് വായിച്ചാസ്വദിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഫ്രാൻസിസ് ബേർണറ്റ് എന്ന ഓഥറിൻ്റെ 1911 പ്രസിദ്ധീകരിച്ച ഒരു ഇംഗ്ലീഷ് നോവലാണ് ദ സീക്രട്ട് ഗാർഡൻ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സീക്രട്ട് ഗാർഡൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് എന്ന്. മാർത്ത ലെനക്സ് എന്നൊരു 10 വയസ്സുള്ള ഒരു ബ്രോക്കൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടിയുടെയും അവൾ തൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ കണ്ടുപിടിക്കുന്ന ഒരു സീക്രട്ട് ഗാർഡൻ്റെയും ഒക്കെ കഥ പറയുന്ന ഈ ഒരു പുസ്തകം നന്മയുടെയും പുനർജീവനത്തിൻ്റെയും ഒക്കെ അതിമനോഹരമായിട്ടുള്ള കഥ പറയുന്ന ഒരു ബുക്ക് കൂടിയാണ്. അടുത്തത് റുട്യാർഡ് കിപ്ലിങ്ങിൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള ദ ജംഗിൾ ബുക്ക്. മൗഗ്ലി, ബാലു, ബഗിയ ഇതൊക്കെ എല്ലാവർക്കും വളരെയധികം കേട്ടുപരിചിത കഥാപാത്രങ്ങൾ തന്നെയല്ലേ. അക്കേല എന്നൊരു ചെന്നായെ എടുത്തു വളർത്തിയ കാട്ടിൽ വളർന്ന ഒരു മനുഷ്യക്കുട്ടിയായിട്ടുള്ള മൗഗ്ലിയുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് റുട്യാർഡ് കിപ്ലിങ്ങിൻ്റെ ദ ജംഗിൾ ബുക്ക്. കാലങ്ങളായി വളരെയധികം ആസ്വാദകരും ആരാധകരുമുള്ള ഒരു പുസ്തകമാണ് ദ ജംഗിൾ ബുക്ക്. അടുത്ത പുസ്തകം സ്വിസ് ഓഥറായ ജോഹന്ന സ്പൈറിയുടെ ബുക്കായ ദ ഹെയ്ദിയാണ്. സ്വിറ്റ്സർലൻഡിലെ ആൽസ് പർവ്വത മേഖലയിലും പുൽമേടുകളിലും ആടുകളൊക്കെ മേച്ച് നടക്കുന്ന തൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ താമസിക്കുന്ന ഹെയ്ദി എന്നൊരു കൊച്ചുമിടുക്കിയുടെ കഥ പറയുന്ന വളരെ നിഷ്കളങ്കമായൊരു നോവലാണ് ഹെയ്ദി. ജർമ്മൻ ഭാഷയിലാണ് ഈ ബുക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് ഹെയ്ദി. നല്ലൊരു നിഷ്കളങ്കതയും ഒരു കുട്ടിത്വമൊക്കെ നിറഞ്ഞ നല്ലൊരു കഥാരീതിയാണ് ഈ നോവലിലുള്ളത്. ഈ ലിസ്റ്റിലെ അവസാനത്തെ പുസ്തകം മാർക്ക് ട്വെയിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ആണ്. ഒരു ഭയങ്കര വികൃതിക്കുട്ടനായിട്ടുള്ള സാഹസങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ കള്ളത്തരങ്ങളും കുസൃതികളുമൊക്കെ നിറഞ്ഞ ടോം സോയർ എന്നൊരു ചെറിയ പയ്യൻ്റെ കഥ പറയുന്ന പുസ്തകമാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ. ടോമിൻ്റെ ഓരോ കളികളും രസങ്ങളും ഒക്കെ ചെറിയ കുട്ടിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 1876 പ്രസിദ്ധീകരിച്ച ഈ ഒരു പുസ്തകം അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. ടോം സോയർ, ആലീസ് ഇൻ വണ്ടർലാൻഡ് മുതലായിട്ടുള്ള പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്കൊപ്പം തന്നെ വലിയവർക്കും വളരെയധികം വായിച്ചാസ്വദിക്കാൻ പറ്റുന്ന ചില പുസ്തകങ്ങളാണ്. ഇറ്റ് സ്ട്രൈക്സ് ഡിഫറെൻറ്റ്. എന്താ പറയുക, നമ്മൾ ചെറുപ്പത്തിൽ വായിക്കുമ്പോഴും വലുതാകുമ്പോൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണല്ലോ ഉണ്ടായിരിക്കുക. അത്തരത്തിലുള്ളൊരു പ്രത്യേക മാജിക്കാണ് ഇത്തരത്തിലുള്ള പല പുസ്തകങ്ങൾക്കും ഉള്ളത്. കുട്ടികൾക്ക് വായിക്കാവുന്ന ചില സീരിയസ് പുസ്തകങ്ങളെ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാം. ആദ്യത്തേത് ജെഫ് കിന്നിയുടെ ദ ഡയറി ഓഫ് എ വിംപി കിഡ്. ഇത് വളരെ രസകരമായിട്ടുള്ള ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീരീസാണ്. മറ്റൊന്ന് ജെ.കെ. റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ സീരീസ്, പിന്നെ എനിഡ് ബ്രിട്ടൻ്റെ ബുക്കുകൾ, സീക്രട്ട് 7, ഫേമസ് 5 മുതലായവ. ഇതെല്ലാം കുട്ടികൾക്ക് ഒരുപാട് വായിക്കാനും ഇഷ്ടപ്പെടാനും പറ്റിയ ചില സീരീസ് പുസ്തകങ്ങളാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടത് എനിക്ക് വളരെയധികം സന്തോഷം. വായനാശീലം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബുക്സിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്ക് എൻ്റെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.